ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇടുക്കി അവൻ്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിരുന്നു. ഹൈദരാബാദ് ട്രിപ്പായിരുന്നു. അവന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന്. എവിടെയാണ് നമ്മൾ മനസ്സിലായത്? നമ്മൾ എവിടെയാണെന്ന് മനസ്സിലായി. അവൻ എപ്പോഴും പറയുന്ന ഒരു ആഗ്രഹമായിരുന്നു അവന് ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളത്. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ 29 ഫെബ്രുവരിയാണ്. അപ്പോൾ കറക്റ്റ് ആ ഡേറ്റ് വരുമ്പോൾ 4 കൊല്ലം കൂടുമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അവന് സർപ്രൈസ് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഹൈദരാബാദിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ചെറുതിന് 4 മാസം ആയിട്ടുണ്ടായേ ഉള്ളൂ. അതുകൊണ്ട് ദൂരെ സ്ഥലത്തൊന്നും പോകണ്ട. ഹൈദരാബാദ് ആകുമ്പോൾ ഒരു 45 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അവിടെ കുറച്ച് എക്സ്പ്ലോറും ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയതാണ്. പക്ഷേ സത്യം പറയാലോ, അവൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. അവനൊട്ടും പ്രതീക്ഷിച്ചില്ല. അതിരാവിലെ ആയിരുന്നു ഫ്ലൈറ്റ്. അവനൊട്ടും പ്രതീക്ഷിച്ചില്ല എവിടേക്കാണ് പോകണമെന്നോ. ഫ്ലൈറ്റിൽ കയറിയിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കുഞ്ഞുവാവയ്ക്കും അതെ, ഇവനും അതെ. ഫ്ലൈറ്റ് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി. ഫ്ലൈറ്റിൽ കയറിയിട്ട് അവൻ ഒരേ കാര്യങ്ങൾ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. എന്താണ് ഏതാണ് എന്നൊക്കെ ഓരോന്നൊക്കെ എടുത്തൊക്കെ നോക്കി ഭയങ്കര ഒരു ഹാപ്പി തന്നെയായിരുന്നു. ആദ്യമായിട്ട് കയറുന്നല്ലേ കുട്ടി. അപ്പോൾ പിന്നെ അതിൻ്റെതായ ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരിക്കുമല്ലോ. സ്ഥിരമായിട്ട് ഫ്ലൈറ്റിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് തോന്നുന്നത് എന്തുട്ടാ എത്ര വലിയ കാര്യമാണ്. പക്ഷേ എൻ്റെ എൻ്റെ കുട്ടി ആദ്യമായിട്ട് പോകണേണ്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുവിധം കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഒക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നു. പിന്നീട് അവൻ വലുതായിട്ട് കാണുമ്പോൾ എൻ്റെ ഫ്ലൈറ്റിലെ ഫസ്റ്റ് ട്രിപ്പ് അതൊരു നല്ല സന്തോഷമുള്ള കാര്യം തന്നെയായിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പിടിച്ചു വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് ലാൻഡ് ചെയ്തു. ഹൈദരാബാദ് എയർപോർട്ട് കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മളുടെ സിയാൽ പോലെയല്ല, കുറച്ച് വലിയ എയർപോർട്ട് തന്നെയായിരുന്നു. കുറേ എക്സ്പ്ലോർ ചെയ്യാനിരുന്നത്. കുറച്ച് വെയിറ്റിംഗ് ഉള്ള കാരണം ഞങ്ങൾക്ക് അവിടെ കുറച്ച് കളിക്കാനും ചിരിക്കാനും എല്ലാം കറങ്ങിയടിച്ച് നടക്കാനും ഒക്കെ നല്ല ടൈം കിട്ടി. 3 ദിവസത്തെ ട്രിപ്പായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അത് ഞാൻ ഡേ 1, ഡേ 2, ഡേ 3 ഉള്ള രീതിയിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് വലിയ വീഡിയോസ് ആയിപ്പോവും. അപ്പോൾ എൻ്റെ ചാനൽ ന്യൂ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ന്യൂ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴും ഞങ്ങൾ ഇറങ്ങിയുള്ളൂ കേട്ടോ. അങ്ങനെ സിറ്റി ഓഫ് പേൾസ് എന്നറിയപ്പെടുന്ന ഹൈദരാബാദിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്, അട്രാക്റ്റീവ് പ്ലേസസ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ 125 ഫീറ്റ് സ്റ്റാച്ചു കാണാൻ വേണ്ടിയാണ്. നമ്മൾക്ക് ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല. പുറത്ത് നിന്ന് ജസ്റ്റ് ഫോട്ടോസ് എടുക്കാനും അതൊക്കെ പറ്റുള്ളൂ. ഭയങ്കര എന്ത് വലിയ സ്റ്റാച്ചു ആണെന്ന് പറയാം. കാണാനും നല്ല രസമാണ്. പകലിനേക്കാളും രസമാണ് രാത്രി. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്നത് നമ്മളുടെ തെലുങ്കാന സെക്രട്ടേറിയറ്റ് ആണ്. അതിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. അവിടെ ഒന്നും നമ്മളെ അലൗഡ് അല്ല ഉള്ളിൽ കയറ്റാൻ. പിന്നെ ഇത് മാർട്ടിയേഴ്സ് മെമ്മോറിയലാണ്. ഇതെല്ലാം രാത്രി ഇതിലും മനോഹരമാണ്. ഫുൾ ലൈറ്റ്സ് ആയിരിക്കുള്ളൂ. അടുത്തത് ഹൈദരാബാദിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഒരു അമ്പലമാണിത്, ബിർള മന്ദിർ. ഇവിടെ നമ്മൾക്ക് ഉള്ളിൽ കയറാൻ പറ്റും. പക്ഷേ മൊബൈൽസോ ക്യാമറാസോ അങ്ങനെ ഒന്നും അലൗഡ് അല്ല. എല്ലാം ലോക്കർ റൂമിൽ വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, പിന്നെ ഉച്ചതിരിഞ്ഞ് 3 മുതൽ രാത്രി 9 മണി വരെയാണ്. ഈ അമ്പലം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലോർഡ് വിഷ്ണുവിന് വേണ്ടിയാണ്. ഇവിടെ വിഷ്ണുവിൻ്റെ സ്വരൂപം ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ ആണ്. ഇതൊരു വലിയ അമ്പലം തന്നെയാണ് കേട്ടോ. നമുക്ക് ടോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഹൈദരാബാദിൻ്റെ എല്ലാ വ്യൂസും തന്നെ കാണാൻ പറ്റും. ഇതാണ് ലോക്കർ റൂം. ഇവിടെ വേണം നമുക്ക് നമ്മുടെ ചെരുപ്പ്, ബാഗ്, മൊബൈൽ, ക്യാമറാസ് എല്ലാം വെച്ചിട്ട് അമ്പലത്തിലേക്ക് കയറി പോകാൻ. അതിൻ്റെ അവിടെ നിന്ന് തന്നെ നേരിട്ട് കയറി ചെല്ലണതാണ് അമ്പലം വരുന്നത്. കുറേ സ്റ്റെപ്പുകളുണ്ട്. അതേപോലെ ഒരേ സ്റ്റെപ്പുകൾ കയറുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരേ ദൈവങ്ങളുടെ, ഹനുമാൻ്റെ, ശിവൻ്റെ, ഗണപതിയുടെ ഒക്കെ രൂപങ്ങൾ ഇങ്ങനെ മൂർത്തികളായിട്ട് ഇങ്ങനെ വെച്ചിരിക്കണം കാണാൻ പറ്റും. എല്ലാവരും വെള്ള മാർബിൾ കൊണ്ട് കൊത്തി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് മനോഹരമാണെന്നറിയോ അവിടെ കാണാൻ ഈ ടെമ്പിള്.
ടെമ്പിളിൻ്റെ ടോപ്പിലെത്തിയാൽ നമുക്ക് ഹുസൈൻ സാഗർ ലേക്ക്, അംബേദ്കർ സ്റ്റാച്യു, അതേപോലെ തന്നെ മാർട്ടിയർ മെമ്മോറിയൽസ്, സെക്രട്ടേറിയറ്റ് എല്ലാനും വിദൂരമായുള്ള ദൃശ്യം കാണാം. എന്തു മനോഹരമാണെന്നോ കാണാൻ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഉള്ളിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റാത്ത കാരണം പുറത്ത് നിങ്ങളൊന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ പതുക്കനെ താഴോട്ടിറങ്ങി. അവിടെ താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് സൈഡിൽ വഴിയോര കടകളൊക്കെ അപ്പുറം ഇപ്പുറം പൂജ ഐറ്റംസും പിന്നെ കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ പല കടകളും നമുക്ക് കാണാൻ പറ്റും. അതും എല്ലാവരും നല്ല ഭംഗിയാട്ടോ കാണാൻ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സന്ധ്യയായി തുടങ്ങി. സെക്രട്ടേറിയറ്റിൽ അപ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ലുംബിനി പാർക്കിൻ്റെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്